ഞാനേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സംഭവം കണ്ടു. കാണുന്നുണ്ടോ നിങ്ങൾ? ഗുരുവായൂർ പട്ടാമ്പി റോഡിൽ പട്ടാമ്പിയിൽ നിന്ന് കൂറ്റനാട്ടേക്ക് വരുമ്പോൾ കൂട്ടുപാത ജംഗ്ഷൻ കഴിഞ്ഞാണ് ഈ നിർമ്മിതി സ്ഥിതി ചെയ്യുന്നത്. ഞാൻ സാധാരണ ഈ റൂട്ട് എടുക്കാറില്ല, പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഇതുവഴി വന്നപ്പോൾ ഇങ്ങനൊരു സംഭവം കണ്ടു. കട്ടിൽ മാടം. ഒറ്റ നോട്ടത്തിൽ വയനാടൊക്കെ കാണുന്ന ജെയിൻ ടെമ്പിൾ ആണെന്നേ തോന്നുന്നു. എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി നെറ്റിലൊക്കെ ഒന്ന് തപ്പി നോക്കിയപ്പോൾ മനസ്സിലായി ഏകദേശം ഞാൻ മാത്രമേ ഇതിനി അറിയാൻ ബാക്കിയുള്ളൂ എന്ന്. കട്ടിൽ മാടം. കട്ടിൽ എന്നാൽ 4 കാലുള്ള ഒരു പരന്ന വസ്തുവെന്നും മാടം എന്നാൽ ഗോപുരം എന്നുമാണ് അർത്ഥം. 10 അടിയോളം വരുന്ന സമചതുരാകൃതിയിലുള്ള ഒറ്റക്കല്ലിൽ തീർത്ത വൃത്താകാരമായ ഒരു ഗോപുര സ്തംഭമാണ് ഈ കട്ടിൽ മാടം. പല്ലവ പാണ്ഡ്യ സ്വാധീനം നമ്മുടെ നിർമ്മിതികളിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവാണത്രേ കട്ടിൽ മാടം. ഇത് ഭൂതങ്ങൾ ഉണ്ടാക്കിയതാണ്, അല്ല ഇതൊരു ജെയിൻ ടെമ്പിളാണ്, അങ്ങനെ പല വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ടവ നമുക്കൊന്ന് ചുരുക്കത്തിൽ നോക്കാം. വാദം നമ്പർ 1. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലെ കൈതളി ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണിത്. ഈ കഥയെ ചുറ്റിപ്പറ്റിയുള്ള മറ്റൊരു മിത്താണ് കൈതളി ക്ഷേത്രം ഭൂതങ്ങൾ പണി കഴിപ്പിച്ചതാണെന്നുള്ളത്. ഭൂതങ്ങൾ മറ്റൊരിടത്ത് വെച്ച് നിർമ്മിച്ച ഗോപുരം, അതായത് നമ്മുടെ കട്ടിൽ മാടം, ക്ഷേത്രം ഇപ്പോഴിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിനിടെ സൂര്യൻ ഉദിക്കുകയും ഭൂതങ്ങൾ കട്ടിൽ മാടം വഴിയിൽ ഉപേക്ഷിച്ച് മറയുകയും ചെയ്തു. സൂര്യവെളിച്ചത്തിൽ ഭൂതങ്ങൾ ഇറങ്ങില്ല എന്നാണ് ഐതിഹ്യം. എന്തായാലും കൈതളി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുകളിൽ ഇന്നും കട്ടിൽ മാടത്തിൻ്റെ ഒരു കുറവ് നമുക്ക് കാണാം. വാദം നമ്പർ 2. കൈതളി ക്ഷേത്രത്തിലേക്ക് ഗോപുരം കൊണ്ടുപോകുന്ന വഴി ചതുപ്പിൽ ഉറച്ചു പോയതാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഇവിടെ ഭൂതങ്ങളുടെ പ്രസൻസ് മെൻഷൻ ചെയ്തിട്ടില്ല. നമ്പർ 3. ഇതൊരു ദ്രവീഡിയൻ ആർക്കിടെക്ചറിൽ നിർമ്മിച്ച ജൈന ക്ഷേത്രമാണ്. വയനാടും പാലക്കാടും കൊച്ചിയിലും ഒക്കെ ജൈന ക്ഷേത്രങ്ങളുണ്ട്. വയനാടുള്ള ജൈൻ ടെമ്പിൾസുമായിട്ട് ഇതിന് നല്ല സാമ്യവുമുണ്ട്. വാദം നമ്പർ 4. കച്ചവടക്കാർ വിശ്രമ കേന്ദ്രമായി പണിതത്. നമ്പർ 5. ഏതോ ഒരു സന്യാസി പണിതത്. തൽക്കാലം വാദങ്ങൾ നമുക്ക് നിർത്താം. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇതുവരെ ഒരു രേഖയിലും കട്ടിൽ മാടത്തെക്കുറിച്ച് പരാമർശമില്ല. വാസ്തുവിദ്യാ ശൈലിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് 1000 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ 1000-ലധികം വർഷം പഴക്കമുള്ള നിർമ്മിതിയാണെന്ന നിഗമനത്തിലെത്തിയത്. അതായത് 9-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 10-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലോ ആണ് കട്ടിൽ മാടം പണിതിരിക്കുന്നത്. കേരളീയ ശൈലിയിൽ ഒരു ഭിത്തിയിൽ കവാടവും മറ്റു 3 ഭിത്തികളിൽ ധനദ്വാരവുമുള്ള ആർക്കിടെക്ചറാണ് വശങ്ങളിലുള്ളത്. കൊത്തുപണികളൊക്കെ പക്ഷേ ചോള നിർമ്മിതികളുമായാണ് സാമ്യം. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. പാമ്പിൻ്റെ ഉറയൊക്കെ ഉണ്ടല്ലോ. 1976 കേരള ഗവൺമെൻറ് ഇതൊരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2004 ഇത് സ്റ്റേറ്റ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ റോഡിനോട് വളരെ അടുത്ത് വലിയ സംരക്ഷണമൊന്നും ഇല്ലാതെയാണ് കട്ടിൽമാടം സ്ഥിതി ചെയ്യുന്നത്. 2 വർഷം മുൻപ് ഗുരുവായൂർ പട്ടാമ്പി റോഡിൻ്റെ വികസനത്തിന് വേണ്ടി കട്ടിൽമാടം എടുത്ത് വേറെ എവിടേക്കെങ്കിലും മാറ്റി സ്ഥാപിക്കുമെന്ന് സ്പീക്കർ MP രാജേഷ് അന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ മാറ്റിയിട്ടില്ല. ഏതായാലും ഇനിയും കേട്ടിട്ടില്ലാത്ത കഥകളും പേറി 1000-ലധികം വർഷം പഴക്കമുള്ള കട്ടിൽമാടം കൂറ്റനാട് അടുത്ത് കാത്തിരിപ്പുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ആൻഡ് യു ഹെഡ് ഇറ്റ് ഫ്രം തോട്ട് ഫോക്സ് ബൈ റമീസ്.